ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഇന്റർനാഷണൽ ഇക്കണോമിക്സ് തിയറിയാണ്. ദാറ്റ് ഇസ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അപ്പോൾ നമുക്ക് ഇതെന്താണ് പറയുന്നതെന്ന് നോക്കാം. സോ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി നമ്മുടെ ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷനിൽ ആഡം സ്മിത്ത് പറയുന്ന ഒരു തിയറിയാണ്. സോ ദിസ് തിയറി ഈസ് ബീൻ പ്രൊപ്പൗണ്ടഡ് ബൈ ആഡം സ്മിത്ത് ആൻഡ് ഹി വാസ് ആക്ച്വലി ഈ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കിലാണ് ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ഒരു നേഷനില് എങ്ങനെയാണ് ട്രേഡ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ള രീതി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്താൽ, എങ്ങനെ പ്രൊഡക്ഷൻ നടത്തി എങ്ങനെ ട്രേഡ് ചെയ്താലാണ് ഒരു കൺട്രിക്ക് അവിടെ ഗെയിൻസ് ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ തിയറിയിലും അദ്ദേഹം സ്പെഷ്യലൈസേഷന്റെയും ഡിവിഷൻ ഓഫ് ലേബറിന്റെയും ഒക്കെ തന്നെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ഈ തിയറിയും ഇറ്റ്സ് നോട്ട് ആൻ എക്സെപ്ഷൻ. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിലും സ്പെഷ്യലൈസേഷന്റെയും ഡിവിഷൻ ഓഫ് ലേബറിന്റെയും ഒക്കെ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും, നമ്മുടെ എക്സ്പെർട്ടൈസ് കൂടും. അപ്പൊ അതുവഴി നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ അവിടെ പോസിബിൾ ആവും. പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും ഒരേപോലെ ഇൻക്രീസ് ചെയ്യും. അത് കാരണം നമുക്ക് കൂടുതൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആ പെർട്ടിക്കുലർ നേഷന് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് ആഡം സ്മിത്ത് എപ്പോഴും പറയുന്നത്. നൗ കമ്മിങ് ടു നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, ഇതിൽ കുറച്ച് അസംഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആദ്യമേ പറയുന്നു, ഗവൺമെന്റ്സ് ഒരിക്കലും ട്രേഡിൽ ഇൻവോൾവ് ചെയ്യരുത്. അതായത് ഗവൺമെന്റ് റെഗുലേഷൻ നമുക്ക് വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഗവൺമെന്റ് റെഗുലേഷൻ കൊണ്ടുവരികയാണെങ്കിൽ അത് ഒരുപാട് ഹാർംഫുൾ ഇഫക്റ്റ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഫക്റ്റ് വരാണ്ടിരിക്കാനായിട്ട് ഗവൺമെന്റ് അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് ട്രേഡിൽ ഇന്റർവീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡ് എപ്പോഴും നല്ലതാണ്. ഇനിയിപ്പോ ഫ്രീ ട്രേഡ് അല്ല നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫ്രീ ട്രേഡ്, അതൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യും. ഇപ്പൊ ഫ്രീ ട്രേഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ്, അതർവൈസ് ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യും, ഒരു അൺസർട്ടൈൻ സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യും. ഇനി ലാക്ക് ഓഫ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഫാക്ടേഴ്സ് മൊബിലിറ്റി അല്ലെങ്കിൽ ഫാക്ടർ മൊബിലിറ്റി നമുക്ക് ഇവിടെ ബിറ്റ്വീൻ കൺട്രീസ് ഫാക്ടർ മൊബൈൽ അല്ല എന്നാണ് ആഡം സ്മിത്ത് വിശ്വസിച്ചിരിക്കുന്നത്. ഇനി അടുത്തത്, ട്രേഡ് ബാരിയേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്തൊരു സെറ്റിംഗിലാണ് നമ്മുടെ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ ടു നേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആസ് പെർ ആഡം സ്മിത്ത് തിയറി. പിന്നെ നമുക്കിവിടെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ഓഫ് സ്കെയിൽ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഒന്നും തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നും ആഡം സ്മിത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അസ്യൂം ചെയ്തിട്ടാണ് ആഡം സ്മിത്ത് അദ്ദേഹത്തിന്റെ തിയറിയിലേക്ക് കടക്കുന്നത്. അപ്പോ നമ്മുടെ തിയറിയുടെ പേര് തന്നെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. A absolute, C cost and A advantage. Okay. അപ്പൊ absolute cost advantage theory പറയുന്നത് അനുസരിച്ചിട്ട് ability of the country to produce certain good more efficiently than the other country, ഇതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ കൺട്രിക്ക് മറ്റ് രാജ്യത്തെക്കാൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എഫിഷ്യൻസി, അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു 2 country 2 goods മോഡൽ ആണ് നമ്മൾ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ 2 nation 2 good 2 commodity മോഡൽ. 2 നേഷൻസ് എടുത്തിട്ടുണ്ട്, ഒന്ന് ഇന്ത്യ, അടുത്തത് USA. 2 ഗുഡ്സ് എടുത്തിട്ടുണ്ട്, ഒന്ന് ടീ, അടുത്തത് മെലൻ. നമുക്ക് നോക്കുമ്പോൾ 8 മണിക്കൂർ ലേബറിന്റെ കേസ് എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് മുന്നോട്ട് പറയുന്നത്. അപ്പൊ 8 hours ഓഫ് ലേബർ സർവീസ് എടുക്കുമ്പോൾ ഇന്ത്യക്ക് 20 യൂണിറ്റ്സ് ഓഫ് ടീ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് 8 hours ഓഫ് ലേബർ യൂസ് ചെയ്തുകൊണ്ട് 20 യൂണിറ്റ്സ് ഓഫ് ടീ പ്രൊഡക്ഷൻ ഇന്ത്യക്ക് പോസിബിൾ ആണ്. ഇനി ഇതേ 8 hours ഓഫ് ലേബർ യൂസ് ചെയ്താൽ USA പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് only 5 യൂണിറ്റ്സ് ഓഫ് ടീ. അപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ, ഇപ്പൊ നമുക്കറിയാം
20യും 5ഉം നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ 20 is greater അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ടീ പ്രൊഡക്ഷനിൽ രണ്ടുപേരും 8 hours of labor ഉപയോഗിക്കുമ്പോൾ, അതായത് ഇന്ത്യയും USA 8 hours of labor ഉപയോഗിക്കുമ്പോൾ ഇന്ത്യക്ക് USA-ക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ പോസിബിൾ ആകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇന്ത്യ ഷുഡ് പ്രൊഡ്യൂസ് ടീ. കാരണം ഇന്ത്യ ഈസ് ആക്ച്വലി പ്രൊഡ്യൂസിങ് ടീ ഇൻ ആൻ എഫിഷ്യന്റ് മാനർ. എഫിഷ്യന്റ് മാനറിൽ ഇന്ത്യ USA-ക്കാൾ ടീ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ മെലന്റെ കേസ് എടുക്കാം. മെലന്റെ കേസ് USA-ക്ക് 8 hours of labor യൂസ് ചെയ്ത് 20 units of melon പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇനി ഇന്ത്യ അതേ 8 hours of labor യൂസ് ചെയ്യുമ്പോൾ 10 units of melon ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 20 is greater than 10 അല്ലെ. അപ്പൊ USA-ക്ക് ഇന്ത്യയെക്കാൾ എഫിഷ്യന്റ് ആയിട്ട് മെലൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ USA എന്ത് ചെയ്യണം? USA ചെയ്യേണ്ടത് മെലൻ പ്രൊഡക്ഷനിൽ സ്പെഷ്യലൈസ് ചെയ്യണം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ പറഞ്ഞു ഇന്ത്യക്ക് ടീ പ്രൊഡക്ഷൻ USA-ക്കാൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. മെലൻ പ്രൊഡക്ഷന്റെ കേസ് ആണെങ്കിൽ USA-ക്ക് ഇന്ത്യയെക്കാൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇന്ത്യയുടെ കേസ് ഇന്ത്യക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് ടീ പ്രൊഡക്ഷനിലും USA-ക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് മെലൻ പ്രൊഡക്ഷനിലുമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആസ് പെർ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഏതൊരു കൺട്രിക്കാണോ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റിയിൽ പ്രൊഡക്ഷൻ പോസിബിൾ ആവാനായിട്ട് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത്, ആ കൺട്രി ആ പർട്ടിക്കുലർ കമോഡിറ്റിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് മറ്റേ കമോഡിറ്റി, അതായത് അവർക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഇല്ലാത്ത അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കമോഡിറ്റി, അതിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് നോക്കാം. നമുക്കറിയാം ഇന്ത്യക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ടീയിലാണ് അല്ലെ. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യ ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ടീന്റെ പ്രൊഡക്ഷൻ ഇനിയും കൂട്ടണം. എന്നിട്ട് ഈ മെലൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? മെലൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ടീ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്ത്യക്ക് മെലൻ പ്രൊഡക്ഷനിൽ ഒരു ഹൈ കോസ്റ്റ് ആണുള്ളത്. കാരണം കൂടുതൽ ലേബർ അവേഴ്സ് എടുത്താൽ മാത്രമേ ഇന്ത്യക്ക് കൂടുതൽ മെലൻ പ്രൊഡക്ഷൻ പോസിബിൾ ആവും. പക്ഷെ 8 hours of ലേബർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം തന്നെ USA-ക്ക് കൂടുതൽ മെലൻ പ്രൊഡക്ഷൻ പോസിബിൾ ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യക്ക് എപ്പോഴും മെലൻ പ്രൊഡക്ഷൻ ഒരു ഹൈ കോസ്റ്റ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആ മെലൻ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. സിൻസ് ഇന്ത്യക്ക് ടീ പ്രൊഡക്ഷനിൽ നിന്നും കൂടുതൽ പ്രൊഡക്ഷൻ ഇവിടെ പോസിബിൾ, ടീ പ്രൊഡക്ഷനിൽ നിന്നും കൂടുതൽ ഗ്രോത്ത് പോസിബിലിറ്റി ഇവിടെ വരുന്നുണ്ട്. അതായത് കുറച്ച് ലേബർ വെച്ചിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ലേബർ വെച്ചിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ ടീയുടെ കേസിൽ ഇന്ത്യക്ക് സാധ്യമാകുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്യണം? കൂടുതൽ ടീയിൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇന്ത്യ ഷുഡ് സ്റ്റോപ്പ് മെലൻ പ്രൊഡക്ഷൻ ആൻഡ് ഇമ്പോർട്ട് മെലൻ ഫ്രം USA. അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ഷുഡ് ഫോക്കസ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് ടീ. എന്നിട്ട് അത് ഇൻക്രീസ് ചെയ്യണം. എന്നിട്ട് അത് USA-യിലോട്ട് എക്സ്പോർട്ട് ചെയ്യണം. ഇനി USA-യുടെ കേസ് എന്താണ്? USA ഷുഡ് ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് മെലൻ. കാരണം മെലൻ പ്രൊഡക്ഷൻ നമ്മൾ ഇന്ത്യയുടെയും US-ന്റെയും കേസ് കമ്പയർ ചെയ്യുമ്പോൾ US-നാണ് കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്നത്. US-ന് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് വരുന്നത് മെലൻ പ്രൊഡക്ഷനിലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ US എന്ത് ചെയ്യണം? മെലൻ പ്രൊഡക്ഷൻ കൂട്ടുകയും അതിനെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ടു ഇന്ത്യയിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇൻ റിട്ടേൺ US ടീ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ടീ ഇമ്പോർട്ട് ചെയ്യണം. എവിടെ നിന്ന്? ഫ്രം ഇന്ത്യ. ഓക്കെ. സോ ആസ് പെർ നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് രണ്ട് നേഷനും ബെനിഫിറ്റ് ചെയ്യുമെന്നാണ് ആഡം സ്മിത്ത് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ബിഫോർ ട്രേഡ് എന്ത് സംഭവിക്കും, ആഫ്റ്റർ ട്രേഡ് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കിയ ഈ കാര്യം മനസ്സിലാവും.
അപ്പൊ ഈ ടേബിൾ ഞാനിപ്പോ ഇവിടെ കാണിക്കുന്ന ടേബിൾ ബിഫോർ ട്രേഡ് സിറ്റുവേഷന്റെ ടേബിൾ ആണ്. അപ്പോൾ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്പൊ 8 hours ഓഫ് ലേബർ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇന്ത്യക്ക് 8 hours ഓഫ് ലേബർ ഉപയോഗിച്ചുകൊണ്ട് 20 യൂണിറ്റ് ഓഫ് ടീ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 8 hours ഓഫ് ലേബർ ഉപയോഗിച്ചുകൊണ്ട് 10 യൂണിറ്റ് ഓഫ് മെലൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. USA-ക്ക് 8 hours ഓഫ് ലേബർ വെച്ചിട്ട് 5 units ഓഫ് ടീ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് 8 hours ഓഫ് മെലൻ 8 hours ഓഫ് ലേബർ വെച്ചിട്ട് 20 units ഓഫ് മെലൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ടോട്ടൽ ടീ പ്രൊഡക്ഷൻ എത്രയാണ്, ടോട്ടൽ മെലൻ പ്രൊഡക്ഷൻ എത്രയാണെന്ന് നോക്കുക ബിഫോർ ട്രേഡ്. അപ്പൊ ബിഫോർ ട്രേഡ് 20 + 5, ഇതാ ഈ കോളമാണ് നമ്മൾ നോക്കേണ്ടത്. 20 + 5, 20 + 5 ടോട്ടൽ മെലൻ പ്രൊഡക്ഷൻ, ടോട്ടൽ ടീ പ്രൊഡക്ഷൻ അപ്പൊ 25. അതില് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീ 20 ആൻഡ് USA പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീ ഇസ് 5. അപ്പോൾ ടോട്ടൽ ടീ പ്രൊഡക്ഷൻ ബിഫോർ ട്രേഡ് എന്ന് പറഞ്ഞാൽ 25 യൂണിറ്റ്സ് ആണ്. ഇനി എന്താണ് മെലൻ പ്രൊഡക്ഷന്റെ കേസ്? മെലൻ പ്രൊഡക്ഷന്റെ കേസ് ബിഫോർ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10 യൂണിറ്റ്സ് ഓഫ് മെലൻ ആൻഡ് USA പ്രൊഡ്യൂസ് ചെയ്യുന്നത് 20 യൂണിറ്റ്സ് ഓഫ് മെലൻ. അപ്പൊ ടോട്ടൽ 10 + 20 30 യൂണിറ്റ്സ് ഓഫ് മെലൻ ആണ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് മെലൻ. ഇത് രണ്ടും ബിഫോർ ട്രേഡിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഇനി ആഫ്റ്റർ ട്രേഡ് എന്ത് സംഭവിക്കും? നമുക്കറിയാം നമ്മുടെ ആഫ്റ്റർ ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് അനുസരിച്ചിട്ടാണ് ആഫ്റ്റർ ട്രേഡ് എടുക്കുന്നത്. അതായത് ഏത് കൺട്രിക്കാണോ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ടീയിലുള്ളത്, അപ്പോൾ ആ പെർട്ടിക്കുലർ കൺട്രി ടീയുടെ പ്രൊഡക്ഷൻ മാക്സിമത്തിൽ കൊണ്ടുവരിക, എന്നിട്ട് ടീ മറ്റേ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക, അപ്പൊ ഇതാണ് പറയുന്നത്. അതേപോലെ തന്നെ എവിടെയാണ് അബ്സല്യൂട്ട് കോസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത് അല്ലെങ്കിൽ മോർ കോസ്റ്റ് വരുന്നത്, ആ പെർട്ടിക്കുലർ കമോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ കമോഡിറ്റി മറ്റ് രാജ്യത്തിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം ആഫ്റ്റർ ട്രേഡ് എന്ത് സംഭവിക്കും. ആഫ്റ്റർ ട്രേഡ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് അനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻ, അപ്പൊ കൺട്രി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ, ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ കുറച്ച് ഫോക്കസ് കൊടുക്കുന്നുണ്ടാണ്, അവിടെ സ്പെഷ്യലൈസേഷൻ വർക്ക്ഔട്ട് ആവുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ ട്രേഡ് ആസ് പെർ ദ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ടീ എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ ഇന്ത്യക്ക് നമുക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ഏരിയയാണ് ടീ അല്ലെ. ഇന്ത്യക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ഏരിയയാണ് ടീ. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യുന്നു? മാക്സിമം ലേബർ എടുത്തിട്ട് ടീ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 8 യൂണിറ്റ്സ് ഓഫ് ലേബർ, 8 hours ഓഫ് ലേബർ ഉപയോഗിച്ചിട്ട് ഇന്ത്യ ബിഫോർ ട്രേഡ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന 20 യൂണിറ്റ്സ് ആയിരുന്നു ടീ അല്ലെ. അപ്പോ ഇപ്പൊ നമുക്ക് മൊത്തം ലേബറിനെയും, അതായത് 16 hours ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ പോസിബിൾ ആകുന്നു. നേരത്തെ മെലൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ലേബറിന് ഉപയോഗിച്ചിരുന്നു, 8 hours ഓഫ് ലേബർ അവിടെ ഉപയോഗിച്ചിരുന്നു മെലൻ പ്രൊഡക്ഷൻ ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ മെലൻ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നു, കാരണം നമുക്ക് അവിടെ കോസ്റ്റ് കൂടുതലാണ്. നമുക്ക് അഡ്വാൻറ്റേജ് ഉള്ള എവിടെയാണ്? ടീ പ്രൊഡക്ഷനിൽ. അപ്പോൾ ടീ പ്രൊഡക്ഷന് വേണ്ടി മാക്സിമം ലേബറിനെ എടുക്കും. നേരത്തെ ഇവിടെ ഉപയോഗിച്ചിരുന്ന ലേബറിനെയും ആ 8 hours-നെയും കൂടി നമ്മൾ ഇവിടെ എടുക്കുന്നു. അപ്പൊ ടോട്ടൽ 16 hours ആയി. ഈ 16 hours ഇന്ത്യ ടീ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് 40 യൂണിറ്റ്സ് ഓഫ് ടീ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ടീ പ്രൊഡക്ഷൻ ഏർലിയർ 20 ആയിരുന്നു, ഈ 20-ൽ നിന്നും ഇപ്പം 40 ആയിട്ട് മാറി. ഇപ്പൊ അതാണ് ഇന്ത്യയുടെ കേസ്. ഇന്ത്യ മെലൻ പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല. ഇന്ത്യക്ക് ആവശ്യമുള്ള മെലൻ എന്ത് ചെയ്യുന്നു? USA ഇന്ത്യക്ക് കൊടുക്കുന്നു, USA-ൽ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ടീ ഇന്ത്യ എന്ത് ചെയ്യുന്നു? USA-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. USA-യുടെ കേസ് നോക്കാം. ഇനി ട്രേഡ് ആഫ്റ്റർ സ്പെഷ്യലൈസേഷൻ ആസ് പെർ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എങ്ങനെയാണെന്ന് വെച്ചാൽ, ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് മെലൻ ആഫ്റ്റർ ട്രേഡ് എന്ന് പറയുമ്പോൾ 40 ആണ്. കാരണം ഇവിടെ ഇന്ത്യ മെലൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞു. USA-യുടെ കേസ് എടുക്കുമ്പോൾ USA മെലൻ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം USA-ക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഐറ്റം ആണ് മെലൻ. ഇപ്പൊ USA എന്ത് ചെയ്യുന്നു? ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല, കാരണം അവിടെ USA-ക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഹൈ കോസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ USA മെലൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ബൈ എൻഗേജിങ് 16 hours ഓഫ് ലേബർ. അപ്പൊ നേരത്തെ USA
ടീ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 8 hours ഓഫ് ലേബർ ഉപയോഗിച്ചിരുന്നു, മെലൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും 8 hours ഓഫ് ലേബർ യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല USA. അപ്പോ ഇവിടെ ഉള്ള 8 hours കൂടി 8 hours ഓഫ് ലേബറും കൂടി നമ്മൾ മെലനിലോട്ട് കൊടുക്കുമ്പോൾ ടോട്ടൽ 16 hours ഓഫ് ലേബർ മെലൻ അവൈലബിൾ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോട്ടൽ മെലൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഫ്രം 30 to 40. അപ്പം ഏർലിയർ ബിഫോർ ട്രേഡ് നമുക്ക് മെലൻ പ്രൊഡക്ഷൻ ടോട്ടൽ എന്ന് പറയുമ്പോൾ 30 ആയിരുന്നു, ഇപ്പോൾ ഇത് 40 ആയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. ഇപ്പൊ നമ്മുടെ USA എന്താണ് ചെയ്തത്? USA ടീ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇന്ത്യയുടെ കേസ് ആണെങ്കിൽ ഇന്ത്യ മെലൻ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ടോട്ടൽ ടീ പ്രൊഡക്ഷൻ 40 ആയിട്ടും ടോട്ടൽ മെലൻ പ്രൊഡക്ഷൻ അഗൈൻ 40 ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് രണ്ട് കൺട്രീസിനും ബോത്ത് USA ആൻഡ് ഇന്ത്യ രണ്ടുപേർക്കും കുഡ് ഇൻക്രീസ് അവരുടെ പ്രൊഡക്ഷൻ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് കമോഡിറ്റി. അപ്പൊ ഇന്ത്യക്ക് ടീ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റി, അത് മാക്സിമത്തിൽ എത്തിക്കാൻ പറ്റി. US-ന് മെലൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റി, അത് മാക്സിമത്തിൽ എത്തിക്കാൻ പറ്റി. ഇപ്പൊ രണ്ട് രാജ്യങ്ങളും അവർക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഉള്ള കമോഡിറ്റി അല്ലെങ്കിൽ ഹയർ കോസ്റ്റുള്ള കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല. അവർക്ക് എവിടെയാണോ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ മാത്രമാണ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പൊ ഇന്ത്യ ടീയിലും USA മെലനിലുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടെയാണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അവിടെ പ്രൊഡക്ഷൻ കൂട്ടുന്നു, എന്നിട്ട് ആ കമോഡിറ്റി മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ത്യ മാക്സിമം ടീ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ബാക്കി വരുന്ന ടീ USA-ക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് USA എന്ത് ചെയ്യുന്നു? USA മെലൻ പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നു, അവിടെ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ബാക്കി വരുന്ന അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന മെലൻ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് കൺട്രീസിനും ബോത്ത് ഫോർ USA ആസ് വെൽ ആസ് ഫോർ ഇന്ത്യ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കാനായിട്ട് പറ്റുന്നു. അവിടെ രണ്ട് കൺട്രീസിനും ഗെയിൻസ് ഫ്രം ട്രേഡ് ഉണ്ടാകുന്നു എന്നാണ് ആഡം സ്മിത്തിന്റെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. സോ അതായിരുന്നു ഇന്നത്തെ സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് റിക്വസ്റ്റ് ആണ്. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ഫ്രീ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ലേൺ എക്കണോമി ആപ്പ്, നിങ്ങളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലേൺ എക്കണോമി ആപ്പ് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, വീക്ക്ലി ടെസ്റ്റ്, അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. So that's all for today. Thank you again.